വെളിപ്പാട് അധ്യായം 7. അനന്തരം 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണുകളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. കരയിലോ സമുദ്രത്തിലോ ഏതെങ്കിലും വൃക്ഷത്തിന്മേലോ വീശാതെ വണ്ണം ഭൂമിയിലെ 4 കാറ്റുകളെയും അവർ പിടിച്ചിരുന്നു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് വരുന്നത് ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും കേടുവരുത്തുവാൻ അധികാരം നൽകപ്പെട്ടിരുന്ന 4 ദൂതന്മാരോട് അവൻ, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിടുന്നതുവരെ ഭൂമിക്കോ സമുദ്രത്തിനോ വൃക്ഷങ്ങൾക്കോ കേടുവരുത്തരുത് എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പിന്നെ ഞാൻ മുദ്രയേറ്റവരുടെ സംഖ്യ കേട്ടു. എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. യഹൂദ ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 12,000, രുബേൻ ഗോത്രത്തിൽ നിന്ന് 12,000, ഗാദ് ഗോത്രത്തിൽ നിന്ന് 12,000, ആശേർ ഗോത്രത്തിൽ നിന്ന് 12,000, നഫ്താലി ഗോത്രത്തിൽ നിന്ന് 12,000, മനശ്ശെ ഗോത്രത്തിൽ നിന്ന് 12,000, ശിമയോൻ ഗോത്രത്തിൽ നിന്ന് 12,000, ലെവി ഗോത്രത്തിൽ നിന്ന് 12,000, ഇസാക്കാർ ഗോത്രത്തിൽ നിന്ന് 12,000, സെബൂലൂൻ ഗോത്രത്തിൽ നിന്ന് 12,000, യോസേഫ് ഗോത്രത്തിൽ നിന്ന് 12,000, ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് 12,000. ഇതിന്റെ ശേഷം എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ജനവിഭാഗങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള എണ്ണിത്തീർക്കാനാവാത്ത വലിയൊരു ജനസമൂഹം സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ വെള്ള നിലയങ്കി ധരിച്ചവരും കയ്യിൽ കുരുത്തോല ഏന്തിയവരുമായിരുന്നു. രക്ഷ സിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ളത് എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിനും മൂപ്പന്മാർക്കും 4 ജീവികൾക്കും ചുറ്റിലുമായി നിലകൊണ്ടു. അവർ സിംഹാസനത്തിനു മുമ്പിൽ സാഷ്ടാംഗം വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും അധികാരവും ശക്തിയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു. പിന്നെ മൂപ്പന്മാരിൽ ഒരുവൻ എന്നോട്, വെള്ളനിലയെങ്കിൽ ധരിച്ച ഇവർ ആര്? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ, പ്രഭു, അങ്ങയ്ക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവരത്രേ മഹാപീഡനത്തിൽ നിന്ന് വന്നവർ. ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി കഴുകി വെളുപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഇവർ ദൈവസിംഹാസനത്തിന് മുൻപിൽ തന്റെ ആലയത്തിൽ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. അവർക്ക് ഇനി വിശക്കയില്ല, ദാഹിക്കുകയുമില്ല. വെയിലോ ചൂടോ അവരെ ഒരിക്കലും ബാധിക്കുകയില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവകളിലേക്ക് അവരെ നയിക്കും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും.